ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പും പാൻറ്റും കൂടെ ഉള്ള ഒരു സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്. ടോപ്പാണ് ആദ്യം വരച്ചിട്ടുള്ളത്, പിന്നെ പാൻറ്റ്, പിന്നെ സ്ലീവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഫിഗറായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെസ്റ്റ് 40ഉം ഹിപ്പ് 44ഉം വരുന്ന ഒരു സൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലാണ് മെഷർമെൻറ്റ്സ് വരുന്നത്. നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കുക. ഇപ്പോൾ ഈ ഒരു സൈസുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതിയായിരിക്കും. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ടോപ്പിൻ്റെ ആണ് കേട്ടോ പറയുന്നത്. 24 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. ചെസ്റ്റ് 40 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 40 നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 40/4 10 മാർക്ക് ചെയ്യുക. ടോട്ടൽ 40. വെയ്സ്റ്റ് 36 കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ എത്രയാണെന്ന് ആദ്യം ഇതേപോലെ ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ നോക്കാം. പിന്നെ ഹിപ്പും കൂടെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഹിപ്പ് ഞാൻ എൻ്റെ പാൻറ്റിൻ്റെ സൈഡിൽ എഴുതുന്നത് 44 ഇഞ്ചാണ് ഹിപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെഷർമെൻറ്റ്സ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പിൽ ആദ്യം മാർക്ക് ചെയ്യാം. ടോപ്പിന് നമ്മൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 24 ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സീം അലവൻസിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25.5 ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ. മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ 25.5. ഈ 24ൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എടുക്കാം. 1.5 ഇഞ്ചും കൂടെ. പിന്നെ ഇവിടെ ഷോൾഡറാണ്. നമുക്ക് ടോട്ടൽ ഷോൾഡർ വരുന്നത് 6. അതിൽ 3 നെക്കിന് പോകും, പിന്നെ 3 ഇവിടെ ആയിട്ടും കിട്ടും ഷോൾഡറിൻ്റെ പോർഷനിൽ. ടോട്ടൽ 6 ഷോൾഡർ വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നെക്കിൻ്റെ വിട്ട് അതിൽ നിന്ന് പോകുമ്പോഴാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് 3 ആയിട്ട് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ എഴുതാം. ഷോൾഡർ ടോട്ടൽ നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നെക്കിൻ്റെ വിട്ട്, നെക്കിൻ്റെ ആ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, അത് 3 ഇഞ്ചും കൂടെ വരും. അപ്പോൾ അതാണ് ഞാൻ 6 സെപ്പറേറ്റ് ചെയ്ത് 3 ആയിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ കുറച്ച് കൂട്ടിയിട്ടാൽ മതി കേട്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്ക്, ബാക്ക് നെക്ക് നോക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 2.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് കുഴിച്ചെടുക്കുന്നത് താഴത്തേക്ക് ഇറക്കം. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും കൂടെ നമുക്ക് നോക്കാം. 4 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച്. ഇപ്പുറത്തായിട്ട് ഞാൻ ബാക്ക് നെക്കും കൂടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ, ഇവിടുന്ന് ഇവിടം വരെയാണ് ആം ഹോൾ. ആം ഹോൾ 6 ഇഞ്ചാണ് വരുന്നത്. ആം ഹോളും കൂടെ ഞാനൊന്ന് എഴുതി കൊടുക്കുവാണേ. 6 ഇഞ്ച് ആം ഹോൾ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെസ്റ്റിൻ്റെ പോർഷനാണ്. ചെസ്റ്റ് 40 ആയിരുന്നു. 40/4 എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഈ ഒരു ലൈൻ വരെയുള്ള കേട്ടോ, ഫസ്റ്റ് ലൈൻ വരെ 10 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ബസ്റ്റിൻ്റെ ആ ഒരു പൊസിഷനിൽ അതിൻ്റെ താഴെയായിട്ട് വരുമല്ലോ, അവിടെ കുറച്ച് വണ്ണം കുറവായിരിക്കും. നമ്മുടെ ആം ഹോളിൻ്റെ അവിടത്തേക്കാളും വണ്ണം കുറവായിരിക്കും. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ച് നമുക്ക് ഇവിടെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് 9 ഇഞ്ച് കൊടുക്കാം. പിന്നെ ഏറ്റവും താഴെയായിട്ട് 11 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, അതും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഇട്ട് ആ ഫസ്റ്റ് ലൈൻ വരെയാണ്. അത് കഴിഞ്ഞ് എക്സ്ട്രാ ഒരു ലൈൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്താ ഇവിടെ ആയിട്ട് ഈ ഒരു പോർഷൻ കണ്ടോ, അത് സീം അലവൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഫുള്ള് നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ഈ 10ൻ്റെയും 9ൻ്റെയും കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണേ. എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ലൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ 10ൻ്റെയും 9ൻ്റെയും 11ൻ്റെയും ഒക്കെ കൂടെ ഈ ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പാൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സിലേക്ക് പോകാം. അപ്പോൾ പാൻറ്റിൻ്റെ ഞാൻ ഓൾറെഡി ഹിപ്പ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹിപ്പ് 44 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളതിനെ 4 വെച്ച് ഡിവൈഡൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ലൂസൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹിപ്പ് 44. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിപ്പ് = 44 / 4 ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. ഓക്കെ, 44/4 ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. അതിൻ്റെ കൂടെ
2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ടോട്ടൽ കിട്ടുക? 13 കിട്ടുക. അപ്പോൾ ഈ 13 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മെറ്റീരിയൽ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. 13 ഇഞ്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 14 സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ടുണ്ട്. 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് 14 മാർക്ക് ഇവിടുന്ന് ഒരു കർവും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സ്കെയിൽ വേണം. എന്നിട്ട് നമ്മൾ ആ ഒരു കർവിൻ്റെ പോർഷനിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കുക. അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഇതേപോലെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ നേരെ താഴത്തേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ആ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചല്ലോ, ഇവിടുന്ന് ഇവിടം വരെ കണ്ടുപിടിച്ചു. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്കും ഇപ്പുറത്തേക്കും ഒരു 4 ഇഞ്ച് വെച്ചിട്ട് കൊടുക്കാം. സീം അലവൻസും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. 2 സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 എൻഡുകൾ തമ്മിൽ മേളത്തെ ഈ ഒരു പോർഷനിലേക്ക് കൂട്ടിമുട്ടിക്കുക. ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 പീസായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ പാൻറ്റൊക്കെ ചെയ്യുന്ന രീതിയിൽ 4 പീസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്. പിന്നെ മേളിലായിട്ട് നമുക്ക് ബെൽറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അത് ഇതിൻ്റെ ബാലൻസ് ഉള്ള ആ സൈഡിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പുറകെ അപ്ലോഡ് ചെയ്യാം. സ്റ്റിച്ചിങ് വീഡിയോ അത്യാവശ്യം എനിക്ക് ചെയ്യാനുണ്ട്. കാരണം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയത് കൊണ്ടിട്ടാണ് നോട്ട്സൊക്കെ ഫുള്ളായിട്ട് തന്നെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ചും ചെയ്യാവുന്നതാണ്. ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ 4 പീസായിട്ടാണ് നമുക്ക് പാൻറ്റ് കിട്ടുന്നത്. 4 ഫോൾഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ്. സ്ലീവിന് മാത്രം സെപ്പറേറ്റ് ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആയിട്ട് നമുക്ക് ചെസ്റ്റ് ബൈ 4 പ്ലസ് അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 11 ഇവിടുന്ന് ഇവിടം വരെ വരുന്നത്. പിന്നെ താഴത്തേക്ക് കുഴിച്ച് 3.5 ഇഞ്ചാണ് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് കുഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ 3.5 ഇഞ്ച് കുഴിച്ചിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു കർവായിട്ട് ഷേപ്പിൽ വരച്ചു കൊടുത്താൽ മതി. അതാണ് ബെറ്റർ കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക്. ഇവിടെ സ്ലീവിൻ്റെ ലെങ്താണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഞാൻ 12 എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണ് സ്ലീവിന് ഇറക്കാൻ വേണ്ടതെന്ന് നോക്കുക. ആ അളവാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്ലീവിൻ്റെ ഓപ്പൺ പോർഷനാണ്. നിങ്ങൾക്ക് കൈയുടെ വണ്ണം എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് ഓപ്പൺ ആണ്. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എപ്പോഴും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാൻറ്റും ടോപ്പിൻ്റെയും സെറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ടോപ്പ് ആദ്യം ചെയ്തു, പാൻറ്റ് ചെയ്തു, സ്ലീവ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.